ഓരോ നിമിഷവും നിറവുള്ളതാണ്, വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. പോരൂർ കോട്ടേക്കോട് കുന്നിൽ വീണ്ടും വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളി. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ജനവാസ മേഖലയായ ഐശ്വര്യപ്പറമ്പിൽ സാമൂഹ്യവിരുദ്ധർ വ്യാപകമായി മാലിന്യം നിക്ഷേപിച്ചത്. പ്രദേശത്ത് കടുത്ത ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോരൂർ കോട്ടേക്കോട് കുന്ന് ഐശ്വര്യപ്പറമ്പിലാണ് കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും കക്കൂസ് മാലിന്യം തള്ളിയത്. രാവിലെ പ്രദേശമാകെ കടുത്ത ദുർഗന്ധം വമിച്ചതോടെയാണ് നാട്ടുകാർ വിവരമറിയുന്നത്. ജനങ്ങൾ ഏറെ താമസിക്കുന്ന ഈ മേഖലയിൽ രാത്രികാലങ്ങളിൽ പുറത്തുനിന്നുള്ള വാഹനങ്ങളിലെത്തിച്ച് മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപും ഇതേ സ്ഥലത്ത് സമാനമായ രീതിയിൽ വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളിയിരുന്നു. രാത്രികാല പരിശോധനകൾ കർശനമാക്കാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന് വാർഡ് മെമ്പർ പി ജുൽഫീന പറഞ്ഞു. സംഭവം അറിഞ്ഞ പോരൂർ പഞ്ചായത്ത് അധികൃതർ ഉടൻ തന്നെ സ്ഥലത്തെത്തി. വലിയ രീതിയിൽ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് ജെസിബി ഉപയോഗിച്ച് മണ്ണുമാറ്റി പരിസരം താൽക്കാലികമായി വൃത്തിയാക്കി. മാലിന്യം തള്ളുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അമൃത വ്യക്തമാക്കി. തുടർച്ചയായുണ്ടാകുന്ന ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ പ്രദേശത്ത് സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണമെന്നും രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. പോരൂർ പഞ്ചായത്തിലെ 12-ാം വാർഡ് ചെറുകോട് ഐശ്വര്യപ്പറമ്പ് എന്ന ഈ പ്രദേശത്ത് രണ്ടാം തവണയാണ് സാമൂഹ്യവിരുദ്ധര് കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളത്. ഇതിന് നമ്മൾ സ്റ്റേഷനിൽ ഒരു തവണ പരാതി കൊടുത്തതാണ്. വീണ്ടും സാമൂഹ്യവിരുദ്ധര് ഇത് ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് തക്കതായ നിയമ നടപടികൾ ആവശ്യമാണ്. നാട്ടുകാർക്കും അതേപോലെ തന്നെ ഇതിലുള്ള യാത്രക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സംഭവം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഈ മഴയുടെ സാഹചര്യത്തിൽ അസുഖങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് കർശനമായ നിയമ നടപടികൾ എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നാട്ടുകാരുടെയും ബ്ലോക്ക് പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെതും പിന്നെ വാർഡ് മെമ്പറുണ്ട് അവരെല്ലാവരുടെയും കൂട്ടായ തീരുമാനം. പഞ്ചായത്തിലും അതേപോലെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഞങ്ങൾ നിരന്തരമായിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.